പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയാണ്. അത് കാരണത്താൽ നമ്മൾ ലീവാണ് ഇന്ന് എല്ലാവർക്കും. അപ്പോൾ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണ്, എറണാകുളത്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വരുന്ന താത്ത ലീവായത് കാരണം നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാമെന്ന് തീരുമാനിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോസ് എടുക്കാമെന്ന് വെച്ച് അങ്ങനെയാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, മിക്ക ആൾക്കാരും നാട്ടിൽ പോയിട്ടുണ്ട്. ഉള്ള ആളുകൾ വെച്ചിട്ട് ചെറിയൊരു ഫുഡ് ഉണ്ടാക്കുക. ഞങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അവരാണ് ഉണ്ടാക്കുന്നത്. ഹിന്ദി പയ്യന്മാരുണ്ട് കുറച്ച്, അപ്പോൾ അവരാണ് ഉണ്ടാക്കുന്നത്. ഏതായാലും അവരുടെ ഫുഡ് കഴിച്ചു നോക്കാം. ഓക്കെ, വീഡിയോയുമായി വരാം. മലയാളി കളിക്കുന്നത് ഉദാഹരണം നമ്മളെ അൻസാർ, ഞങ്ങളെല്ലാവരും അഞ്ചാറെന്നാണ് വിളിക്കാറ് സ്നേഹത്തോട് കൂടിയിട്ട്. അപ്പോൾ സുജിത്ത് ബായ്, സുജിത്ത് എൻ്റെ സ്ഥലമാണ്. ഇത് ബീഹാറാണ്. അഞ്ചാറും ബീഹാറാട്ടോ. പക്ഷേ ഇവന് ബീഹാറാണെങ്കിലും ഒരു മലയാളിയാണെന്നേ പറയുള്ളൂ. അത്രയും നന്നായിട്ട് ആൾ മലയാളം സംസാരിക്കും. ഇത് ഏത് സ്റ്റൈലാണ് കറി അഞ്ചാറ? നിങ്ങൾ ബീഹാർ സ്റ്റൈലാണ്? ബീഹാറി സ്റ്റൈല്. ചിക്കനൊക്കെ ഇട്ട് അതിൻ്റെ അകത്ത് വെറുതെ നമ്മളെ ചെറുതായിട്ട് മണം പോകാൻ മടി. എന്തിരുന്ന് മണം പോകാൻ? അത് ചിക്കൻ്റെ മണം ഉണ്ടാവില്ല, പച്ചൻ്റെ മണം. മഞ്ഞപ്പൊടി ഇടുന്നത്? മഞ്ഞപ്പൊടി, ഉപ്പും കുറച്ച് ജിഞ്ചറും. അപ്പോൾ അതാ ഉള്ളി കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സുജിത് ഭായിയാണ് ഉള്ളി തക്കാളി കട്ട് ചെയ്യുന്നത്. ബാക്കി എൻ്റെ ആൾക്കാർ ഉറങ്ങണം. ആരും എണ്ണിച്ചില്ലടാ? ബൈജു? നമ്മളെ ബൈജു. ചോറൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കുകയാണ്. ചോറ് തിളച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളെ കിച്ചണ്. അലങ്കോലയൊക്കെ എടുക്കുന്നത് താത്ത ഇല്ലാത്തതുകൊണ്ടല്ലടാ ബൈജു അത്രയും അലങ്കോലം. മനോഹരമായിട്ട് താത്ത കൊണ്ടിറങ്ങുന്ന കിച്ചണാണ്. ഇവിടെ ഇതിന് അഞ്ചാറെന്തിനാ? ഇതെന്തിനാ? സോയാബീൻ ഫ്രൈ ആയിട്ടാണ്. ഫ്രൈ അത് സെപ്പറേറ്റ് ചെയ്യാനല്ലേ? സെപ്പറേറ്റ്. പിന്നെ ചിക്കൻ സെപ്പറേറ്റ് അല്ലേ? ഓക്കെ. ആ ഫുള്ള് ഓയിൽ എടുക്കും? ഓയിൽ വേണം. ഒട്ടോടി ഓയിൽ കൊടുത്താൽ മതി, പിന്നെ ഓയിലൊന്നും വേണ്ട. പിന്നെ ഓയിൽ വേണ്ട, ഫസ്റ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 10 വർഷമായി. എത്ര സവാള? ഇത് 2 കിലോ ഉണ്ട്. 2 കിലോ ചിക്കനാ? ചിക്കന് മീറ്റ് മാത്രം 3.5 കിലോ ഉണ്ട്. മീറ്റ് മാത്രം 3.5 കിലോ ഉണ്ട്. സിദ്ദിഖ് ഭായ് ഉറങ്ങാടാ. ഇതെന്താണ് സിദ്ദിഖ് ഞായറാഴ്ച ആയിട്ട് എണീച്ചിട്ടില്ല എപ്പോഴും? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഉച്ച അയക്കണ്. കൊട്ടി ഇടുന്നുള്ളൂ ഇപ്പോൾ. സമയം ഉച്ച അയക്കണ്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, മല്ലിയില, പച്ചമുളക് അരച്ചത്. പച്ചമുളക് അരച്ചുള്ളത് മിക്സിയിൽ. എന്താ ബീഹാറി സ്റ്റൈലില് സോയാബീൻ ഇല്ലടാ അഞ്ചാറ? സോയാബീൻ. അപ്പോൾ നമ്മൾ ബീഹാർ സ്റ്റൈലുള്ള സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലകളൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. മസാല തേച്ച് പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും കൂട്ടിയെന്നുള്ളത് നമ്മൾ അഞ്ചാറെണ്ണം നമ്മോട് പറയും. എന്തൊക്കെയാണെങ്കിലും കൂട്ടിയത്? അതിൽ എല്ലാം മസാല ഉണ്ടാവും, ഗ്രാം മസാല ഉണ്ടാവും, പിന്നെ എന്താ പേര് ഈ സാറിൻ്റെ? മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ജിഞ്ചറും വെള്ളിത്തുള്ളിയും മുട്ട കോൺഫ്ലവറും ഉപ്പും എല്ലാം കൂടി കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് അത് 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെക്കണം അല്ലേ? അപ്പോൾ അതിൽ കറക്റ്റായിട്ട് മസാല അതിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതെന്തിനാണ് ഈ സാധനം? ഇത് ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇടാതെ. ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലിൽ ഇട്ടിട്ട് പിന്നെ ഓയിൽ ചൂടാകുമ്പോൾ ഇതിൻ്റെ മണം ഇതിൽ വരുള്ളൂ. നമ്മൾ ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് ഇത്രയും പേർക്കുള്ള സാധനം ഇരുന്ന് വെച്ച് ഉണ്ടാക്കുമ്പോഴേ ഒരുപാട് ടൈം എടുക്കും, ചൂടാവാൻ പ്രയാസമല്ല. അപ്പോൾ നേരെ അങ്ങോട്ട് മാറ്റിയിട്ട് പുറത്തേക്ക് വലിയ ഗ്യാസും വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. ചോറ് ഊറ്റാണ്. ചോറ് വെന്ത് കഴിഞ്ഞ്
ചോറിൽ വെള്ളം മൊത്തം സുജിത്ത് ഊറ്റി കഴിഞ്ഞു. അങ്ങനെ സിദ്ധിയൊക്കെ ഉറങ്ങിയിട്ട് 12 മണിക്ക് ചായ അടിക്കാൻ വന്നിട്ട് ചായ നിന്നിടങ്ങ ഇവിടെ താത്തല്ലാതൊന്നും അറിയില്ലേ. ആള് തമിഴ്നാടാണെങ്കിൽ പോലും നമ്മളെക്കാളും കൂടുതൽ നന്നായിട്ട് മലയാളം സംസാരിക്കും. അതാണ് ഇവിടുത്തെ എല്ലാവരും പ്രത്യേകത. ചോറിനിട്ടിപ്പോ അല്ല ചോറ് എങ്ങനെ കഴിക്കാ നീ? ഇഞ്ചക്ഷൻ കഴിച്ചിട്ട് എന്താ ഇപ്പൊ ചിക്കൻ കഴിക്കൂല? ഗ്രേവിയാ? ഗ്രേവി കഴിച്ചാല് കണക്കിൽ വരുള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് 10 മിനിറ്റ് ആയിട്ട് സോയാബീൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാൻ പോവാണ്. ശരിക്കും മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടല്ലേ? മണിമുത്ത് ഇപ്പം എത്തിയിട്ടുള്ളൂ. ഇത്ര നേരം കിടന്നു തുടങ്ങിയെന്ന് ഇനി വന്ന് തപ്പിയിട്ടൊന്നും കാര്യമില്ല. കഞ്ഞി കുടിച്ചോ വേണമെങ്കിൽ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബീഹാറി കറി കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാം. ചായ കുടിക്കാൻ വേണ്ടി വന്നത് രാവിലെ ഉറങ്ങി എണീച്ചിട്ട്. ഇതാ കഞ്ഞിയാണ് പാവം കുടിച്ചത്. ഇത് നല്ലതാവണ്ടടാ, നല്ല മുരിക്കണ്ടേ സാധനം? ഫ്രൈ നല്ല ഫ്രൈ ആവണ്ടേ? ഒന്ന് ടേസ്റ്റ് കഴിച്ച് നോക്ക്. പകുതി ഉണ്ടാവോ? ടേസ്റ്റ് ഉണ്ടാവോ? അല്ല എന്തുണ്ടാവോ? ഏതായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെണ്ണത് ചൂട് വെള്ളം വലിച്ചതാ. നല്ല വീടാ. നമ്മളെ ശരിക്കും മസാല പിടിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് മുളക് പൊടി ഇട്ടുകാണ്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി കുഴച്ച് നേരെ വെളിച്ചെണ്ണ കിട്ടുന്ന സ്വാഭാവികമായിട്ട് എല്ലായിടത്തും കാണുന്നത്. മക്കളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയാണത്. പക്ഷെ അഞ്ചാറിൻ്റെ സ്റ്റൈല് സൂപ്പറാണ് അവിടെ. ഇപ്പോഴാണ് തക്കാളി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് തക്കാളി ഇടല്ലേ? അപ്പോൾ തക്കാളി വെന്ത് കിട്ടും അങ്ങനെ ഇടുമ്പോൾ പീസ് പോലെ കാണില്ല. അപ്പോൾ ഏകദേശം കറി റെഡിയായി. വെള്ളമൊക്കെ ചേർത്ത് എല്ലാവരും കുറേ ആൾക്കാരുള്ളതല്ലേ, വെള്ളമൊക്കെ ചേർത്ത് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച കേട്ടോ, അറിയാലോ. ഞായറാഴ്ച ആയിട്ട് ഒരാൾ ഭയങ്കര പണിയിലാണ്. ഞായറാഴ്ചയെങ്കിലും വെറുതെ ഇരുന്നൂടെ? ഈ ഞായറാഴ്ച പണിയൊക്കെ എടുക്കണം. എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം അറിയാണ്ട് ചോദിക്കുകയാണ്. ഇതാണ് ജോലിയോടുള്ള ശ്രീകാന്തിൻ്റെ ആത്മാർത്ഥം ഒന്നല്ല കേട്ടാ. ചെറിയ നാളെ ലീവാണ് ആൾ, തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച. കുട്ടീൻ്റെ 28 ഭാര്യ പ്രസവിച്ച് ആദ്യത്തെ പ്രസവമാണ്, ആദ്യത്തെ കുഞ്ഞാണ്, ആൺകുട്ടിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിൽ മൂപ്പർക്ക് ചൊവ്വാഴ്ച ലീവ് കൊടുക്കണം. അപ്പോൾ എന്നാൽ അവൻ്റെ വർക്കൊക്കെ അവൻ തീർക്കുകയാണ്. ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. സമയം എത്രയാടാ? 1:30 മണിയായി. ഞായറാഴ്ച എന്നെഴുതിയിട്ട്. ഇത് സജാദ്, ഇവനും ബീഹാറാണ്. പക്ഷെ ഇവർ നന്നായിട്ട് മലയാളമൊക്കെ സംസാരിച്ച് ശരിക്കും ഒരു മലയാളി തന്നെ കേട്ടോ. ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. കറിയൊക്കെ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വാ ഞങ്ങളെ മുതലാളി സാധാരണക്കാരനായിട്ടുള്ളൊരു മുതലാളി. അത്രയൊക്കെ നല്ല കേക്കോളി. ചരിത്രത്തിൽ ലോകത്ത് എവിടെയും കാണുന്ന ഒരു മുതലാളില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 5-6 കറിയും സുജിത്തിൻ്റെ ചോറും. ഏതായാലും നമ്മൾ സുജിത്തിൻ്റെ കറി പരീക്ഷിക്കാം. ചിക്കൻ പീസൊക്കെ ഇട്ടോടെ. അത് സോയാബീനാണ്. അതൊക്കെ ഏതായാലും കറി ടെസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. അത് ചൂടുണ്ടല്ലോടാ. ചൂടാണ്. ഇതീക്കെ സജാദിൻ്റെ അല്ല 5-6 കറി. സംഭവം വേണ്ട. നല്ല കറിയാണ്. എന്നാ സറക നല്ല കറിയല്ലേ? ശ്രീകാന്ത് പലതും പറയും. ശ്രീകാന്ത് ഞാൻ ഒന്നും പറയാനില്ല. എന്താണോ നല്ല അടിപൊളി കഴിക്കാം. അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി ആർക്കും വരാണ്ട്? ബൈജോട് പോയതാ.
പല്ലേട്ടം പോയി എവിടെയാണ് പാലാരോട്ടം അഞ്ചാർ ഏതായാലും ചോറൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഒന്ന് ആണായി പോയി അഞ്ചാറിന്. സജാദ ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. നസീബ് ഇവനും ബീഹാറാണ്. ഇവരൊക്കെ നന്നായിട്ട് മലയാളം സംസാരിക്കും ഇല്ലടാ. ഇവർക്ക് വേറൊരു പരിപാടി കൂടി ഉണ്ട്. ഇവർ കുറച്ച് 3 ആൾക്കാർ കൂടിയിട്ട് രാത്രി 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഏർപ്പാട് കൂടി ഉണ്ട്. അതെന്താണെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. ഇവർ 3 ആൾ കൂടി, അഞ്ചാറ് ഇവന് പിന്നെ ജാസിർ. അതെ, ഇതാണ് ഇവരെ പരിപാടി കേട്ടോ. നസീബ്, അഞ്ചാറ്, അപ്പോൾ ജാസിർ, ഇവർ 3 ആളും കൂടി വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു 8 മണി ഒരു 9-9:30 ആകുമ്പോൾ ഇരിക്കും ഇതിമ. ഒരു 10 മണി സമയത്ത് ഇരുന്നിട്ട് ഇതുപോലെ കെട്ടുകളാക്കിയിട്ട് കയറ് വാങ്ങി ഇതുപോലെ ചെറിയ കെട്ടുകളാക്കിയിട്ട് ഇതുപോലെ പാക്കറ്റാക്കിയിട്ട് സെയിൽ ചെയ്യലാണ് പരിപാടി. അപ്പോൾ ഈ ഒരു പരിപാടിയും കൂടി ഇവർക്കുണ്ട്. നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കണ ഈ ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ റൂമിൽ ഇങ്ങനെ എടുക്കുക ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഒരു ഇതുമായി ഉപയോഗപ്പെടുത്തുക ഈ രീതിയിൽ. അതൊരു നല്ലൊരു വരുമാനം കൂടിയാണ് കേട്ടോ. ആദ്യം കുറച്ച് ഓർഡർ ഉള്ളതിന് ഇപ്പം അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ രീതിയിൽ പോകുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഏതായാലും ഫുഡൊക്കെ കഴിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല കറിയൊക്കെ തന്നെയായിരുന്നു. പിന്നെ എല്ലാം അടിപൊളിയായിട്ട് എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവരും നാട്ടിൽ പോയത്. അപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇപ്പോൾ ഒന്ന്. അപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ കൂടി ഫുഡ് കഴിച്ച് ഏതായാലും ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.